ഹലോ ഓൾ. അപ്പോൾ നമ്മുടെ കീം 2023 ഭാഗത്തു നിന്ന് പുതിയൊരു അപ്ഡേറ്റ് കൂടെ ഉണ്ട്. അതായത് സംസ്ഥാനത്തെ പ്രൊഫഷണൽ കോഴ്സുകളിലേക്ക് 2023-24 അധ്യയന വർഷത്തെ കോഴ്സുകളിലേക്ക് അപേക്ഷ സമർപ്പിച്ചവരായിരിക്കും നിങ്ങൾ എല്ലാവരും. അപ്പോൾ അവരിൽ മെഡിക്കൽ അനുബന്ധ കോഴ്സുകൾ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് ഇപ്പോൾ ലഭ്യമാണ്. അതായത് മെഡിക്കൽ അനുബന്ധ കോഴ്സുകൾ ആഡ് ചെയ്യുന്നത് മാത്രമല്ല, നിങ്ങളുടെ നീറ്റ് UG സ്കോർ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇതിനായിട്ട് പ്രവേശന പരീക്ഷാ കമ്മീഷനുടെ വെബ്സൈറ്റ് ആയിട്ടുള്ള www.c.kerala.gov.in നിങ്ങൾക്ക് സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ്. ഈ മാസം 13-ാം തീയതി വൈകിട്ട് 4 മണി വരെ ആയിരിക്കും നിങ്ങൾക്ക് സമയം ഉണ്ടായിരിക്കുക. അപ്പോൾ കോഴ്സ്, അതായത് മെഡിക്കൽ അനുബന്ധ കോഴ്സുകൾ ആഡ് ചെയ്യാനുള്ള ആൾക്കാർ, അതുപോലെ നീറ്റ് UG സ്കോർ സബ്മിറ്റ് ചെയ്യാനുള്ള ആൾക്കാർ എന്ത് ചെയ്യുക, പെട്ടെന്ന് അത് പോയിട്ട് ചെയ്യേണ്ടതാണ്. ഇനി അതുപോലെ തന്നെ മറ്റൊരു അപ്ഡേഷൻ കൂടി ഉണ്ട്. അതായത് നിങ്ങൾ ഓൾറെഡി എഞ്ചിനീയറിംഗ്, ആർക്കിടെക്ചർ, ഫാർമസി, മെഡിക്കൽ അനുബന്ധ കോഴ്സുകളിലേക്ക് അപേക്ഷ സമർപ്പിച്ചവരായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ സബ്മിറ്റ് ചെയ്ത സർട്ടിഫിക്കറ്റ്സിൽ എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ സർട്ടിഫിക്കറ്റ്സിലെ കറക്ഷൻസ് നമുക്ക് തിരുത്താൻ വേണ്ടി പറ്റും. അതിനായിട്ട് നിങ്ങളുടെ സൈറ്റിൽ കയറി നിങ്ങളുടെ പ്രൊഫൈൽ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യുക, മെമോ ഡീറ്റെയിൽസ് നോക്കിക്കഴിഞ്ഞാൽ കറക്ഷൻസ് ഉണ്ടെങ്കിൽ കാണാൻ വേണ്ടി പറ്റും. നിങ്ങൾക്ക് അർഹമായിട്ടുള്ള എന്ത് ആനുകൂല്യങ്ങളായിക്കോട്ടെ അതുമായി ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റുകൾ നിങ്ങൾക്ക് പുതുതായിട്ട് അപ്ലോഡ് ചെയ്യാനും പറ്റും. സർട്ടിഫിക്കറ്റിലെ കറക്ഷൻസ് നമുക്ക് തിരുത്താനും അതുപോലെ തന്നെ പുതുതായിട്ട് സർട്ടിഫിക്കറ്റ്സ്, ആനുകൂല്യങ്ങൾക്കനുസരിച്ചുള്ള സർട്ടിഫിക്കറ്റ്സ് അപ്ലോഡ് ചെയ്യാനും പറ്റുന്നതാണ്. ഇതിനായിട്ട് പ്രവേശന പരീക്ഷാ കമ്മീഷനുടെ വെബ്സൈറ്റ് ആയിട്ടുള്ള c.kerala.gov.in നിങ്ങൾ സന്ദർശിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, കാൻഡിഡേറ്റ് 2023 പോർട്ടൽ ക്ലിക്ക് ചെയ്യുക, ആപ്ലിക്കേഷൻ നമ്പർ കൊടുക്കുക, പാസ്വേഡ് കൊടുക്കുക. നിങ്ങൾക്ക് പ്രൊഫൈൽ പേജ് കാണാവുന്നതാണ്. ആനുകൂല്യങ്ങൾക്ക് അർഹരായവർക്ക് സർട്ടിഫിക്കറ്റ്സ് ഫോർ കാറ്റഗറി എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്സ് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾ മെഡിക്കൽ അനുബന്ധ കോഴ്സുകളിലേക്ക് അപേക്ഷിച്ചിട്ടുള്ള ആൾക്കാരാണ്, അതുപോലെ തന്നെ NRI കോട്ടയിൽ നിങ്ങൾ പ്രവേശനത്തിനായിട്ട് ആഗ്രഹിക്കുന്നവരുമാണെങ്കിൽ അപ്ലോഡ് NRI ഡോക്യുമെന്റ്സ് എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ പ്രൊഫൈലിൽ കാണാൻ വേണ്ടി പറ്റും. അവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സർട്ടിഫിക്കറ്റ്സ് ഒരു PDF ആയിട്ട് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ പ്രോസ്പെക്ടേഴ്സ് വ്യവസ്ഥ പ്രകാരം കേരളീയർക്ക് മാത്രമേ സംവരണാനുകൂല്യത്തിന് അനുമതിയുള്ളൂ. അപ്പോൾ കേരളീയർ എന്നുള്ള വിഭാഗം നിങ്ങളുടെ പ്രൊഫൈൽ പേജിൽ ലഭ്യമല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സംവരണാനുകൂല്യത്തിന് ആവശ്യമായിട്ടുള്ള സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുന്നതിനൊപ്പം തന്നെ എന്ത് ചെയ്യുക, ഇതിനാവശ്യമായ രേഖകൾ കൂടെ അപ്ലോഡ് ചെയ്യാം. പക്ഷെ നിങ്ങൾക്കറിയാം, എഞ്ചിനീയറിംഗ് റാങ്ക് ലിസ്റ്റ് എന്ന് പറയുന്നത് ഓൾറെഡി പബ്ലിഷ്ഡ് ആണ്. ഇനി പുതുതായിട്ട് നിങ്ങൾക്ക് സംവരണാനുകൂല്യം ലഭിച്ചാൽ പോലും എന്ത് ചെയ്യില്ല, എഞ്ചിനീയറിംഗ് റാങ്ക് ലിസ്റ്റിൽ അത് കൺസിഡർ ചെയ്യില്ല. അപ്പോൾ ഒരിക്കൽ കൂടി പറയുകയാണ്, ഇതിനുള്ള എല്ലാത്തിൻ്റെയും ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 13-ാം തീയതിയാണ്. ഈ മാസം 13-ാം തീയതി വൈകിട്ട് 4 മണി വരെ ആയിരിക്കും. അതായത് മെഡിക്കൽ അനുബന്ധ കോഴ്സുകളിലേക്ക് പുതുതായിട്ട് കോഴ്സ് ആഡ് ചെയ്യാനും നീറ്റ് UG സ്കോർ സബ്മിറ്റ് ചെയ്യാനും അതുപോലെ നിങ്ങൾ സർട്ടിഫിക്കറ്റ്സിലെ കറക്ഷൻസ് തിരുത്തുവാനും, അതായത് പുതിയ സർട്ടിഫിക്കറ്റ്സ് അപ്ലോഡ് ചെയ്യാനും എല്ലാത്തിൻ്റെയും ലാസ്റ്റ് ഡേറ്റ് എന്താണ്, 13-ാം തീയതി തന്നെയാണ്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, ശ്രദ്ധിച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.